വേണേ കെട്ട്, നീ എന്തിനാ ആവശ്യമില്ലാതെ പറയുന്നത്. ചിലവർ പറയും വേണ്ട ഇങ്ങനെ തന്നെ മതി. പക്ഷെ കൂടുതലും പേര് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജാണ് പേഴ്സണൽ PM വന്നിട്ട്, മോളെ അങ്ങനെയൊന്നും പറയല്ലേ, കെട്ടത്തിലൊന്നും പറയില്ല. ഞാനൊന്നും വേണ്ടിയില്ല, ഇങ്ങോട്ട് പറയാം ഒരു ചേച്ചിയാണ്, മോളെ സ്നേഹിക്കുന്ന ചേച്ചിയാണ്, മോള് ചെറുപ്പമാണ്, നാളെ ഒറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും മിണ്ടില്ല, ഞാൻ സ്മൈല്, ചിരിക്കുന്ന സ്മൈല്, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അതിനകത്തൊന്നും പ്രതികരണം. കാരണം ഞാനത് എല്ലായിടത്തും പറയുന്നില്ല, നാളത്തെ കാര്യം ദൈവത്തിൻ്റെ കയ്യിലും. പക്ഷെ ഈ നിമിഷം വരെ എനിക്ക് വേറൊരു ജീവിതം വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുമില്ല, ആഗ്രഹവും ഇല്ല ഇന്ന് വരെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മകൻ ജനിക്കുക അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് സുധിച്ചേട്ടൻ എത്രമാത്രം സന്തോഷവാനായിരുന്നു? ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം 14 വർഷം കൂടി ഉണ്ടാകുന്ന കുഞ്ഞല്ലേ. അപ്പൊ അതില് സുചേട്ടനെക്കാളും എനിക്ക് കൂടുതൽ ഹാപ്പി കേട്ട കിച്ചുവിലാണ്. അവന്റെ അനിയൻ തന്നെയായിരുന്നു അവൻ അന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഏതാണെന്ന് അറിയുന്നതിന് മുമ്പേ അവൻ അനിയൻ എന്നാ പറയുന്നത്. എനിക്ക് അനിയനെ മതി എന്നായിരുന്നു മുമ്പ്. അവൻ അന്ന് കുഞ്ഞാണ്,